ഹലോ ഡിയർ സ്റ്റുഡൻസ്, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്സ് അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ടു സോൾവ് എ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് മീൻസ് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ടു സോൾവ് എ പ്രോബ്ലം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു മിനിമം ഒരു 12-13ഓളം എക്സാമ്പിൾ നമുക്ക് സെറ്റാക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഈ 9 എക്സാമ്പിൾ തന്നെയാണ്. യെസ്, സം ഓഫ് 2 numbers, ആവറേജ് ഓഫ് 3 numbers, ഏരിയ ആൻഡ് പെരിമീറ്റർ, odd or even, biggest among 2 numbers, biggest among 3 numbers, print 1 to 100, 100 to 1, 1 to n. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, സാറേ ഇതൊന്നുമല്ലല്ലോ മോഡലിൽ വന്ന്, ഇത് തന്നെയാണ് മോഡലിൽ വന്നത്. അപ്പോൾ എങ്ങനെ സാറേ, ഫാക്ടോറിയൽ ആണല്ലോ ചോദിച്ചത്, അത് എങ്ങനെ കണക്ട് ചെയ്യാം? വെയിറ്റ് ആൻഡ് സി, നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് 2 numbers. ഏത് അൽഗോരിതം വന്നാലും ചെയ്യേണ്ട ടാസ്ക് 5 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, 5ാമത്തെ സ്റ്റെപ്പ് സ്റ്റോപ്പാണ്. ഏത് അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ സം ഇൻപുട്ട് വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് ഇൻപുട്ട്സ്, തേർഡ് എന്ത് വർക്കാണോ ചെയ്യേണ്ടത് ആ വർക്ക് ചെയ്യുക, ഫോർത്ത് ആൻസർ എന്താണോ കിട്ടുന്നത് അത് പ്രിന്റ് ചെയ്യുക, ലാസ്റ്റ് വൺ സ്റ്റോപ്പ് ചെയ്യുക. നോക്കടാ, സം ഓഫ് 2 numbers സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം അല്ലേ. ഇൻപുട്ട് ചെയ്യണം 2 numbers, ഇൻപുട്ട് a, b, അതിൻ്റെ കറസ്പോണ്ടിങ് പാരലോഗ്രാം. ദെൻ സം ഈക്വൽ ടു a plus b, പ്രോസസ്സാണ്, അപ്പോൾ റെക്റ്റാങ്കിൾ. പ്രിന്റ് സം, അപ്പോൾ പാരലോഗ്രാം. ദെൻ ലാസ്റ്റ് വൺ സ്റ്റോപ്പ്, ഓവൽ ഷേപ്പ്, തീർന്ന്. അപ്പോൾ ഈ ഓവലാണ് നമ്മുടെ ഒരു എൻട്രി മാത്രമുള്ളത് അല്ലേ, ഒരു എൻട്രി മാത്രമുള്ളത് സ്റ്റോപ്പാണ്, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് മാത്രമുള്ളത് ഒരു സ്റ്റാർട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 3 numbers. സെയിം മെത്തേഡ് തന്നെയാണ്. സ്റ്റാർട്ട്, ഇൻപുട്ട് a, b, c, 3 numbers ഇൻപുട്ട് ചെയ്യണം. ആവറേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ആവറേജ് ഈക്വൽ ടു a plus b plus c by 3. പ്രിന്റ് ആവറേജ്, സ്റ്റോപ്പ്, അതേ കറസ്പോണ്ടിങ് ഡയഗ്രാം. സ്റ്റാർട്ട് കറക്റ്റ് കളർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത്. ഇൻപുട്ട് a, b, c, ഇൻപുട്ടാണ് ഈ പാരലോഗ്രാം. ഈക്വൽ ടു ആണെങ്കിൽ പ്രോസസ് ഓർ റെക്റ്റാങ്കിൾ. ദെൻ പ്രിന്റ് ആണെങ്കിൽ ഇൻപുട്ട് അല്ല പാരലോഗ്രാം ആണ്. ദെൻ സ്റ്റോപ്പ്. നെക്സ്റ്റ്, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. ബേസിക് ഐഡിയ വേണം. സർക്കിളിൻ്റെ ഏരിയ πr² ആണ്, പെരിമീറ്റർ 2πr ആണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ πr², r² സ്ക്വയർ ആണ്. അപ്പോൾ 6 വേണം, ഇൻപുട്ട് 6, റേഡിയസ് ഇൻപുട്ട് ചെയ്യുക. ഏരിയ ഫൈൻഡ് ചെയ്യുക, ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു r ഇൻറ്റു r. പെരിമീറ്റർ ഈക്വൽ ടു പെരിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, പെരി എന്ന് എഴുതാം. 2 ഇൻറ്റു 3.14 ഇൻറ്റു r. എഴുതുന്ന എന്താണോ അത് തന്നെ ആയിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റ് ഏരിയ, പെരി, സ്റ്റോപ്പ്, കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട്. വിവാദങ്ങളൊന്നുമില്ല. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ അതേ സ്റ്റൈലിൽ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് അല്ലേ. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം. സോ ഇൻപുട്ട് l, b. ഏരിയ l ഇൻറ്റു b, പെരിമീറ്റർ ഈക്വൽ 2 ഇൻറ്റു l plus b ആണ്. പ്രിന്റ് ഏരിയ ആൻഡ് പെരിമീറ്റർ, സ്റ്റോപ്പ്, തീർന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡയഗ്രാം എങ്ങനെ വരക്കട്ടോ. സ്റ്റാർട്ട് എല്ലാവർക്കും വിവാദങ്ങളില്ല, ഇൻപുട്ടിന് വിവാദങ്ങളില്ല, ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു ഒറ്റ റെക്റ്റാങ്കിൾ വരക്കാം, അല്ലെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിൾ, മൾട്ടിപ്പിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടും ചെയ്യാം. പ്രിന്റ് ഏരിയ ആൻഡ് പെരിമീറ്റർ, ലാസ്റ്റ് സ്റ്റോപ്പ്, ടോപ്പ്. റെഡി അല്ലേ. അപ്പോൾ ഈ സെക്ഷനാണ് ആദ്യത്തെ 4 വളരെ വ്യക്തമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത്. വിവാദങ്ങളൊന്നുമില്ല. എന്നാൽ വിവാദമുള്ള സാധനത്തിലേക്ക് പോവാണ്. ബിഗ്ഗസ്റ്റ് among 2 numbers. ഈ ബിഗ്ഗസ്റ്റ് among 2 നമ്പേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ 2 നമ്പർ വേണം. എ ആവാം അല്ലെ, 2 നമ്പർ എയും ബിയും ആണെങ്കിൽ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം. 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 2 ഓപ്ഷൻ വരികയാണെങ്കിൽ സ്റ്റാർട്ട്, കളർ പാറ്റേൺ നോക്ക്. പിങ്ക് കളറിൽ എഴുതി സ്റ്റാർട്ട്, ഇൻപുട്ട് a, b, കോമൺ ആണ്. ഈഫ് വൈറ്റിൽ എഴുതിയത് ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, അവിടെയുള്ള യൂസ് ചെയ്യുന്ന ടേം ആണ് ആണെങ്കിൽ, അല്ലെങ്കിൽ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ പ്രിന്റ് എ, അല്ലെങ്കിൽ പ്രിന്റ് ബി, സ്റ്റോപ്പ്, തീർന്ന്. ഇത്രയുള്ളൂ. വളരെ സിമ്പിളാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം എന്തായിരിക്കും? സ്റ്റാർട്ടാണ്, ഇൻപുട്ട് a, b, കുഴപ്പമില്ല. ഈഫ് കണ്ടാൽ ഓർത്ത് വെക്കണം, ഡയമണ്ട് ഷേപ്പാണ്, റോംബസ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഡയമണ്ട് ഷേപ്പ് വരക്കാം. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ യെസ് ഓർ നോ ആണ് അല്ലേ. അപ്പോൾ യെസ് ആണെങ്കിൽ പ്രിന്റ് എ, നോ ആണെങ്കിൽ ബി, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ശ്രദ്ധിക്കണേ, 2 കൂടി കണക്ട് ചെയ്തിട്ട് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരുത്. ഒരു എൻട്രിയെ വരാൻ പാടുള്ളൂ. അപ്പോൾ 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. റെഡി അല്ലേ. അപ്പോൾ ബിഗ്ഗസ്റ്റ് among 2 numbers പ്രശ്നമില്ല. ബിഗ്ഗസ്റ്റ് among 3 numbers ആണെങ്കിലോ, 3 നമ്പർ ഉണ്ടെങ്കിലോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ചെയ്യുക, b, c, കോമൺ സ്റ്റെപ്പാണ്. 3 നമ്പർ ഇൻപുട്ട് ചെയ്യുക. എ വലുതാവാനുള്ള കണ്ടീഷൻ എന്താ? എ എന്താവണം? ബി സിൻ്റെക്കാളും വലുതാവണം. അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി,
ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി യു ആണെങ്കിൽ എ ബിന്റെ കാര്യം വലുതാണ് എ സിന്റെ കാര്യം വലുതാണെങ്കിൽ പ്രിന്റ് എ. അപ്പൊ എന്റെ കാര്യം തീരുമാനമായി. അതല്ലെങ്കിൽ എ അല്ല അപ്പൊ പിന്നെ എന്താവാം ബി ആവാം സി ആവാം. ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ പ്രിന്റ് ബി എൽസ് പ്രിന്റ് സി. ഇതാവുമ്പോൾ 2 തവണ ഈഫ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 2 ഡയമണ്ട് ഷേപ്പ് വരും. ഇതാ ഇൻപുട്ട് എ കൊമ ബി കൊമ സി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി കണ്ടോ ആണെങ്കിൽ എസ് ആണെങ്കിൽ പ്രിന്റ് എ. അല്ല എങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, ബി ആവാം സി ആവാം. അപ്പൊ വീണ്ടും ഒരു റോംബസ്. ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എസ് ആണെങ്കിൽ പ്രിന്റ് ബി അല്ലെങ്കിൽ പ്രിന്റ് സി. എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ സ്റ്റോപ്പിലേക്ക്. 6ാമത്തെ അൽഗോരിതമാണ്. സെറ്റ് അല്ലേ? 7ാമത്തെ അൽഗോരിതം ഓഡ് ഓർ ഈവൻ. അടുത്ത ഇമ്പോർട്ടന്റ്, ഒരു നമ്പർ ഓടാണോ ഈവൻ ആണോ എന്ന് അറിയണമെങ്കിൽ 7 ഓടാണോ ഈവൻ ആണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഓടാണ്. കാരണം എന്താ, ഈ നമ്പർ 2 കൊണ്ട് ഡിവിഷൻ അല്ലെ, ഡിവിസിബിൾ ആണ്. അപ്പൊ ഡിവിസിബിൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് പ്രോഗ്രാമിംഗിൽ നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കും. റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്. അപ്പൊ n എന്നുള്ള നമ്പറിനെ മോഡ് ചൂസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ പ്രിന്റ് ഈവൻ എൽസ് പ്രിന്റ് ഓഡ്. തീർന്നു. ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടോ n മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ്സ് സ്റ്റോപ്പ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ലീപ്പ് ഇയർ ഓർ നോട്ട്സ്. ലീപ്പ് ഇയറിൽ ഒരു വിവാദമുള്ള സംഭവമുണ്ട്. ഓഡ് ഓർ ഈവൻ ചെയ്ത ഒരു കുട്ടിക്ക് ലീപ്പ് ഇയർ എളുപ്പമാണ്. പക്ഷേ ലീപ്പ് ഇയറിന്റെ കോൺസെപ്റ്റ് അറിയണം. ലീപ്പ് ഇയറിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിക്കുന്നത് 2024, 25 അല്ല 24 ലീപ്പ് ഇയർ ആയിരുന്നു. 2028 ലീപ്പ് ഇയർ ആണ്. ഇങ്ങനെ പോയാൽ 2100 എത്തുമ്പോൾ 2096 ലീപ്പ് ഇയർ ആണ്. പക്ഷെ 2100 എന്നുള്ള ഒരു വർഷം ഉണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല, 2104 ലീപ്പ് ഇയർ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് സെഞ്ചുറി വർഷങ്ങളാണെങ്കിൽ കണ്ടോ ഇതാണ് സെഞ്ചുറി അല്ലെ. ഇങ്ങനെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ 2000 എന്നുള്ള ഇയർ ഉണ്ട്, അത് ലീപ്പ് ഇയർ ആണ്. അപ്പൊ സെഞ്ചുറി വർഷങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, 400ന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ ചെയ്യണ പരിപാടി ഇത്രേ ഉള്ളൂ, എല്ലാ ഇയറിനെയും 400 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ 2000 ലീപ്പ് ഇയർ ആണ്, 1600 ലീപ്പ് ഇയർ ആണ്, 1200 ലീപ്പ് ഇയർ. നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇയറിനെ 400 കൊണ്ട് ഹരിക്കുക. ഇയറിനെ 400 കൊണ്ട് ഹരിക്കുക. 400 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അല്ലെങ്കിൽ ഓപ്ഷൻ സെഞ്ചുറി വർഷം അല്ലാത്ത വർഷത്തിന്. സെഞ്ചുറി അല്ലാത്ത വർഷം 2096 ലീപ്പ് ഇയർ സെഞ്ചുറി അല്ല. സെഞ്ചുറി മീൻസ് അവസാനം 2 0 ഉണ്ടാവില്ല. 2028 സെഞ്ചുറി അല്ലാത്ത വർഷത്തിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഇയർ മോഡ് 4 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ വരിക. അതിവർഷം വരുന്നത് ഫെബ്രുവരി 29 വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്, എൽസ് നോട്ട് ലീപ്പ് ഇയർ. അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താ, ഇൻപുട്ട് ഇയർ ഈ കണ്ടീഷൻ അതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യുക. ആണെങ്കിൽ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നോട്ട് ലീപ്പ് ഇയർ സ്റ്റോപ്പ്. കോമൺ മെത്തേഡാണ്, അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്തത്. സോ ഇതിന്റെ 2ാമത്തെ പാർട്ടിലേക്ക് 3ാമത്തെ പാർട്ടിലേക്ക് അപ്പൊ 4 4 8 പ്രോഗ്രാമായി. ഇനി 9ാമത്തെ സെക്ഷൻ ലൂപ്പാണ്. ലൂപ്പ് വട്ടം ചുറ്റലാണ്. 1 to 100 ബൈ ആയിട്ട് ചെയ്യണം. 100 to 1 നോക്കണം, 1 to n നോക്കണം, ഒരു ഡൗട്ടും ഇല്ലാത്തതാണ്. 1 to 100 തുടക്കം 1 ആണ്, അവസാനം 100 ആണ്. അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. തുടക്കം 1 ആണ്, അപ്പൊ a = 1 പ്രിന്റ് ചെയ്യേ. അപ്പൊ എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും, 1 പ്രിന്റ് ചെയ്യും. a = a+1, എന്റെ വാല്യൂ 2 ആയി. ആ 2 എത്ര വരെ പോകണം, 100 വരെ പോകണം. ഈ ഒരൊറ്റ ലൈനേ മാറുള്ളൂ. ഇതാ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഈ നമ്പർ മാറും, ഇതും മാത്രമേ മാറുള്ളൂ. യെസ്. അപ്പൊ അതേ ഡയഗ്രാം a = 1 പ്രിന്റ് ചെയ്യേ. a = a+1 ആണെങ്കിൽ a <100 ആണെങ്കിൽ 100ൽ കുറവാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3, 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. ഈ ഇതിനെ പറയുന്ന പേരാണ് ലൂപ്പ്. കണ്ടോ, ഈ വട്ടം ചുറ്റുന്നതിനെ പറഞ്ഞ പേരാണ് ലൂപ്പ് എന്ന് പറയും. എത്ര വരെ, 100 എത്തുന്ന വരെ ഇത് വട്ടം കറങ്ങും. ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഈ പാരലോഗ്രാമിലേക്ക് ഇൻപുട്ട് കൊടുക്കരുത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആരോ മാർക്കിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം പാരലോഗ്രാം അല്ലെ, ആ സിമ്പിൾ ഇൻപുട്ട് സിമ്പിൾ ഓൾവേസ് ടേക്ക് 1 ഇൻപുട്സ് ആൻഡ് 1 ഔട്ട്പുട്ട്സ്. അപ്പൊ ഇത് 100 to 1 ആണെങ്കിലോ 100 to 1 ഞാൻ ചെയ്തു വെച്ചതുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് എങ്ങനെ പറയാം, 100 to 1 ആണ്. ഈ തുടക്കം 100, ഇവിടെ 100 വരും അല്ല. പ്രിന്റ് ചെയ്യേ. 100 കഴിഞ്ഞാൽ 99 ആണ്. അപ്പൊ 1 വെച്ച് കുറയണം. a = a-1. എത്ര വരെ പോകണം, a > 1 വരെ. ഇതാണോ a = 100 പ്രിന്റ് ചെയ്യേ. a = a-1. if a > 1 then go to step 3. അതേ ഡയഗ്രാം. ഇതാണ് ലൂപ്പ്. ഈ ക്വസ്റ്റ്യനിൽ 1 to n ആണെങ്കിലോ 1 to 100 പകരം 1 to n ആണെങ്കിൽ 100 n ഇട്ട് കൊടുത്താൽ പോലെ. 100 1 to 100 n 100 n കൊടുത്താൽ മതി. അപ്പൊ n എന്താന്ന് അറിയണമെങ്കിൽ ഇൻപുട്ട് ചെയ്യണം. ഇതാ കഴിഞ്ഞു. ഇൻപുട്ട് n, a = 1 പ്രിന്റ് a = a+1. if a < n then go to step
4, else സ്റ്റെപ്പ് 7, സെയിം സ്റ്റെപ്പ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും സാറേ ഇതൊന്നല്ലല്ലോ ഞങ്ങളെ മോഡൽ എക്സാമിന് വന്നത് ഫാക്ടോറിയൽ ആണ്. ഫാക്ടോറിയൽ ആണെങ്കിൽ ശ്രദ്ധിച്ചോ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 × 4 × 5. എൻ്റെ മക്കളെ 1 to n ആണെങ്കിൽ 1 to n പ്രിന്റ് ഞങ്ങൾക്ക് അറിയില്ലേ? ഇതല്ലേ പ്രോഗ്രാം. ആ പ്രിന്റിന്റെ സ്ഥാനത്ത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരടാ. ഇത് എന്തിന്റെ പ്രോഗ്രാമാ? 1 to n പ്രോഗ്രാമാ. 1 to n പ്രോഗ്രാമാ. ഞാൻ ഫാക്ടോറിയൽ ചെയ്യേണ്ടി. ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 ആണ്. എനിക്ക് ഈ പ്രിന്റ് ചെയ്യുന്നതിന് പകരം അവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഈ പ്രിന്റിന്റെ ലൈൻ ഇങ്ങനെ മായിച്ചതിന് ശേഷം അവിടെ ഞാൻ കയറ്റുന്ന സ്റ്റെപ്പാണ് ഫാക്ടോറിയൽ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫാക്ടോറിയൽ ആഡ് ചെയ്യാൻ f × a തീർന്നു. അപ്പോൾ ഒരു ഇനീഷ്യൽ കേസിൽ എഫിന്റെ വാല്യൂ 1 ആവണം. തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 1 to n മാത്രം പഠിച്ചാൽ മതി, അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി, തീർന്നു. അപ്പോൾ f × a. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ലാസ്റ്റ് പ്രിന്റ് f. അപ്പോൾ സാറേ ഡയഗ്രത്തിൽ എന്തൊക്കെ മാറ്റം വരിക? ഇവിടെ f = 1 വരും. f ഇത് റെക്റ്റാങ്കിളായി മാറും. f = f × a എന്നാവും. ദെൻ പ്രിന്റ് f. അവിടെ തീർന്നു. അപ്പോൾ സാറേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് ഫാക്ടോറിയൽ ആകുമ്പോൾ 1 × 2 × 3 × 4 × 5 അല്ലേ? ആ സ്ഥാനത്ത് ഇതിന്റെ സമ്മിന്റെ പ്രോഗ്രാം ആണെങ്കിൽ എന്താ ചെയ്യുക? ഒന്നാമത്തെ സ്റ്റെപ്പ് സെയിമാ, സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് സെയിമാ, ഇൻപുട്ട് n സെയിം സ്റ്റെപ്പാ. തേർഡ് സ്റ്റെപ്പ് a = 1 സെയിമാ. എസ് എന്നുള്ള ഇവിടെ എഫിന് പകരം എസ് കൊടുക്കുക. എസിന്റെ ഇനീഷ്യൽ വാല്യൂ 0. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. f = f × a എന്നുള്ളതിന് പകരം s = s + a എന്ന് കൊടുക്കുക. ബാക്കി ഒക്കെ സെയിം. a = a + 1. if a <= n ആണെങ്കിൽ go to സ്റ്റെപ്പ് 4, else സ്റ്റെപ്പ് 7, സെയിം സ്റ്റെപ്പ്. 7th സ്റ്റെപ്പ് എന്താ? പ്രിന്റ്. ഇവിടെ f ആണെങ്കിൽ ഇവിടെ s ആയിരിക്കും സ്റ്റോപ്പ്. ഇതിന്റെ ഡയഗ്രം അറിയാത്തവരുണ്ടാവോ? എല്ലാവരും ഇത് കഴിഞ്ഞ ശേഷം ഒന്ന് കമന്റ് ബോക്സിൽ വരിക, യെസ് കമന്റ് പറയാ. റെഡി അല്ലടാ? 13 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്തത്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് സെറ്റ് അല്ലേ? താങ്ക് യു.